പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് ആലത്തൂർ. പ്രധാനമായും ആലത്തൂർ താലൂക്കിൽ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഉള്ളത്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രി പുഴയുടെ കരയിലാണ് ആലത്തൂർ പട്ടണം. ആലത്തൂരിനും ചിത്തലഞ്ചേരിക്കും ഇടയിലുള്ള ഒരു ഗ്രാമമുണ്ട്. അവിടെ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന 4 കിലോമീറ്റർ നീളമുള്ള ഒരു മലയുണ്ട്, വീഴുമല. അതിനരികിൽ കാണുന്ന വാവുമലയും ഇവിടെ പ്രസിദ്ധമാണ്. വീഴുമലയിൽ പണ്ട് നിറയെ ഔഷധ സസ്യങ്ങൾ കാണപ്പെട്ടിരുന്നു. പല ആയുർവേദശാലക്കാരും ഇവിടെ നിന്നും ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഇടതൂർന്ന വനങ്ങളും ഒട്ടേറെ ഔഷധ സസ്യങ്ങളും വന്യജീവികളും ഉണ്ടായിരുന്നു. വനം വകുപ്പിന്റെ കീഴിലുള്ള ഈ മല കാലക്രമേണ അനധികൃത കയ്യേറ്റത്തിനും വിധേയമായി. വനം ചുരുങ്ങി ഇപ്പോൾ മൊട്ടക്കുന്നുകളും സ്വകാര്യ റബ്ബർ പ്ലാന്റുകളും കാണാം. പാലക്കാടിന്റെ സൗന്ദര്യത്തിന് വീഴുമലയും വാവുമലയും പ്രധാന ഘടകങ്ങൾ തന്നെയാണ്. വീഴുമലയിൽ യാത്രാ നിയന്ത്രണം ഉള്ളതിനാൽ ഞങ്ങൾക്ക് ആ മലയിൽ കയറാൻ സാധിച്ചില്ല. എന്നാൽ വാവുമല ശിവക്ഷേത്രത്തിൽ കയറാൻ ഞങ്ങൾക്ക് അനുവാദം ലഭിച്ചു. പണ്ട് വാവിന് ബലികർമ്മങ്ങളും മറ്റും നടന്നതുകൊണ്ടാണ് ഈ മലയ്ക്ക് വാവുമല എന്ന് പേര് കിട്ടിയത്. മല കയറുന്നതിന് പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പടിക്കെട്ടിന്റെ ഇരുവശത്തും ഇടതൂർന്ന വനപ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയും വനത്തിലൂടെ നടക്കുന്ന പ്രതീതിയും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പാലക്കാട്ടിലെ കൈലാസമാണ് വാവുമല. ഇവിടുത്തെ കാറ്റുപോലും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് കേൾക്കാം. ഇവിടുത്തെ ശിവക്ഷേത്രത്തിന് 1500 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നു. മലമുകളിലെ കാറ്റ് കാരണം ഇവിടുത്തെ ശിവക്ഷേത്രത്തിന് മേൽക്കൂരയില്ല. ഭഗവാന് അഭിഷേകം പ്രകൃതി സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ പ്രദോഷ പൂജകളും മറ്റു വിശേഷ പൂജകളും നടക്കാറുണ്ട്. കുറച്ചു സമയം കളിയും ചിരിയുമായിരുന്നു. ശേഷം എല്ലാവരും തീയില്ലാതെ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായി. നാരങ്ങാ വെള്ളം, സംഭാരം, പിസ്സ, ബർഗർ, അവിൽ നനച്ചത് എന്നിങ്ങനെ വിവിധതരം വിഭവങ്ങൾ ഉണ്ടാക്കി കൂട്ടുകാർക്കും അധ്യാപകർക്കും പങ്കുവച്ചു. കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് സംഘനൃത്തം അവതരിപ്പിച്ചു. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണയ നിനഗേ നമോ നമോ. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ഫോട്ടോ എടുത്തും ഞങ്ങൾ വാവുമല ഇറങ്ങി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, KP കേശവ മേനോൻ, ഡോക്ടർ കുഴൽമന്നം രാമകൃഷ്ണൻ എന്നിവരും ആലത്തൂരുകാരാണ്. അടുത്തതായി പോത്തുണ്ടി ഡാമിലേക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. നെമ്മാറ വല്ലങ്കി വേല നടക്കുന്ന ക്ഷേത്ര മൈതാനത്തിന്റെ അടുത്തുള്ള റോഡിലൂടെയാണ് യാത്ര. യാത്രയിലുടനീളം കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന മലകൾ സുന്ദരികളായി നിൽക്കുന്നു. രണ്ടു വശത്തും തിക്കിത്തിരക്കി നിൽക്കുന്ന മരങ്ങൾ കാണാം. വളരെ സന്തോഷം തരുന്ന യാത്ര തന്നെയായിരുന്നു. പോത്തുണ്ടി ഡാമിൽ ടൂറിസ്റ്റിനെ ആശ്രയിച്ചുകൊണ്ട് വളരെ ഗംഭീരമായ പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ് പോത്തുണ്ടി ഡാം. പാലക്കാട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അകലമുണ്ട്. 1958 കേരള ഗവർണറായിരുന്ന രാധാകൃഷ്ണ റാവുവാണ് ഡാമിന്റെ നിർമ്മാണം ആരംഭിച്ചു വച്ചത്. 1600 മീറ്റർ ഉയരമാണ് അണക്കെട്ടിന്. ഗാർഡനിൽ ആകാശത്തിലൂടെ സൈക്കിൾ ചവിട്ടുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ജിംനാസ്റ്റിക് സെറ്റ് ചെയ്തിരിക്കുന്നു. കുട്ടികളുടെ കളിസ്ഥലമുള്ളതുകൊണ്ട് സമയം പോയതറിഞ്ഞതേയില്ല. ഇതോടുകൂടി നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.